വെൽക്കം ടു യശോധേജു പ്ലാറ്റ്ഫോം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനായ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം കാറ്റഗറി നമ്പർ 00/2024 സിലബസും അതുപോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിലബസിന് വേണ്ടിയിട്ട് നമ്മുടെ 2024 സിലബസ് ഇതുവരെയും വന്നിട്ടില്ല. അത് ആക്ച്വലി നമ്മുടെ പരീക്ഷയുടെ ഒരു 2 മാസം പരീക്ഷയുടെ ഡേറ്റിന് 2 മാസം മുന്നേ ആയിരിക്കും, ആ ഒരു ടൈമിലായിരിക്കും സിലബസ് വരുന്നത്. ബട്ട് നമുക്ക് അത്രയും ദിവസം നോക്കി നിൽക്കേണ്ട കാര്യമില്ല, കാരണം 2015-ലും 2019-ലും ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രീവിയസ് സിലബസ് വെച്ചിട്ട് പ്രിപ്പറേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം സിലബസും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ആദ്യം പറയുന്നത്. രണ്ടാമത് എന്തൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് നോക്കാം. ഒന്നാമത്തെ സബ്ജക്റ്റ് വരുന്നത് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജി ആണ്. ഫുഡ് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഹീറ്റ് പ്രോസസ്സിംഗ്, പാസ്ചറൈസേഷൻ, കാനിങ്, ഡീഹൈഡ്രേഷൻ, ഫ്രീസിംഗ്, ഫ്രീസ് ഡ്രൈയിങ്, ഫെർമെൻറ്റേഷൻ, മൈക്രോവേവ്, ഇറാഡിയേഷൻ ആൻഡ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, അസെപ്റ്റിക് പ്രിസർവേഷൻ, ഹഡിൽ ടെക്നോളജി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെക്നോളജി, മൈക്രോവേവ് പ്രോസസ്സിംഗ്, മൈക്രോഫിൽട്രേഷൻ, ബാക്ടോഫ്യൂഗേഷൻ, ultra high voltage electric fields, pulse electric fields, high pressure processing, irradiation, thermosonication, ohmic heating, dielectric heating, infrared, induction heating, antibacterial and bacteriocins, food fortification, food additives, classification, composition, manufacture, packaging, storage and defects of tomato products, other convenience foods from fruits and vegetables, beverages, tea, cocoa and coffee, pickles, chutney, sauce, spices, jam, jelly, marmalade, health drinks, restructured fruits and vegetables, preparation of fruits and vegetables, minimally processed products and individually cook freezed products. Then എന്താണ് മില്ലിംഗ്, പ്രോസസ്സിംഗ്, കമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് സീരിയൽസ്, പൾസസ്, മില്ലറ്റ്സ് ആൻഡ് ഓയിൽ സീഡ്സ്. ദെൻ എന്താണ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റൻറ്റ് റെഡി മിക്സസ്, പാക്കേജിങ്ങിൽ വരുന്നത് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്, ന്യൂട്രീഷണൽ ലേബലിംഗ് ഓഫ് ഫുഡ്, ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് ടൂൾസ്, ഫുഡ് പ്ലാന്റ് സാനിറ്റേഷൻ, ഫുഡ് ഹൈജീൻ, എൻവിറോൺമെൻറ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, total quality management, good management practices, HACCP and Codex Alimentarius Commission. ഇനി രണ്ടാമത്തെ മോഡ്യൂള് ഡയറി ടെക്നോളജിയാണ്. ഓക്കെ, ഡയറി ടെക്നോളജി അതിൽ വരുന്നത് കമ്പോസിഷൻ ഓഫ് മിൽക്ക്, ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, മിൽക്ക് ഹൈജീൻ, മിൽക്ക് മൈക്രോബയോളജി, മാർക്കറ്റ് മിൽക്ക്, കളക്ഷൻ ഓഫ് മിൽക്ക്, കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, filtration or clarification, standardization, homogenization, pasteurization, UHT, sterilization, packaging. Then test for milk quality and detection of adulterants, dairy plant and equipment hygiene and sanitation, definition, classification, composition, outline of manufacture, packaging, storage and defects of the following milk products: cream, malai, dahi or curd, yogurt, chana or paneer, cheese, ice cream, frozen desserts, evaporated milk, condensed milk, milk powder, butter, ghee, chakka and shrikhand, indigenous milk products, foods for infant nutrition, whey products, edible casein products. മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് വെറ്ററിനറി സയൻസ് ആണ്. സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് അബറ്റോയേഴ്സ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മീറ്റ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് പൗൾട്രി, antemortem and postmortem examination, scientific slaughtering and dressing of carcasses, evaluation, grading and fabrication of dressed carcasses including poultry, fraudulent substitution of meat, preservation of meat and aquatic foods, aging of meat, packaging of meat and meat products, physico-chemical and microbiological quality of meat and aquatic food and food products, organic meat food products, food products of genetically modified animals and marine origin, meat as a source of disease transmission, physical, chemical, nutritional and functional characteristics of egg, processing of egg and egg products, preservation and storage of egg. നാലാമത്തെ മോഡ്യൂൾ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് ആണ്.
The Food Safety and Standards Act 2006, Rules and Regulations, Definitions, Authorities and Officers, Constitution, Functions and Powers, General Provisions as to Articles of Food, Chapter 4, Section 19 to 24, Prohibition Orders, Procedure for Investigation and Launching Prosecutions, Analysis of Food, Offences and Penalties, Defenses, Adjudication, Criminal Procedure Code 1973, Definitions, Cognizance of Offences by Magistrate, Section 190, Complaints to Magistrate, Section 200 to 203, Trial of Sessions Cases, Section 225 to 237, Trial of Warrant Cases, Section 238 to 250, Trial of Summons Cases, Section 251 to 259, Summary Trial, Section 260 to 265, Appeal, Section 372 to 394, Bail and Bonds, Section 436 to 450, then Indian Evidence Act 1872, Definitions, Expert Evidence, Section 45, Documentary Evidence, Section 61 to 78. അഞ്ചാമത്തെ മോഡ്യൂൾ വരുന്നത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് ആണ്. ഇതിൽ പറയുന്നത് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ഫൈബർ, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, ക്യാരക്ടറിസ്റ്റിക്സ്, സോഴ്സസ്, physiological and biochemical functions, daily requirement, digestion and absorption, biological value proteins BV, protein efficiency ratio PER, digestibility coefficient, net protein utilization, net protein ratio NPR, chemical score, free radicals and antioxidants, energy value of foods, respiratory quotient RQ, determination of basal metabolic rate BMR, determination of energy metabolism during work, energy expenditure for various types of activities, recommended daily allowance RDA, specific dynamic action SDA of foods, balanced diet formulation, analytical techniques used in detection of adulteration of food, principle, procedure, and detectors of chromatographic techniques, column, paper, TLC, HPLC, and GC, spectroscopic techniques IR, UV, MS, and AAS, food analysis, moisture content, ash, fat, carbohydrate, crude fiber, crude protein, sodium, potassium, calcium, and phosphates, food adulteration, common adulteration, contamination and pesticide analysis, oils and fats, iodine value, and saponification value. Then ആറാമത്തെ മോഡ്യൂള് മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് ആണ്. ഇതിലെന്തൊക്കെയാണ് പറയുന്നത്? മൈക്രോസ്കോപ്പി, സ്റ്റെയിനിങ് ആൻഡ് കൾച്ചർ ടെക്നിക്സ്, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, കൾച്ചർ മീഡിയ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് മൈക്രോബിയൽ ഗ്രോത്ത്, ഗ്രോത്ത് കർവ്, തെർമൽ ഡെത്ത് ടൈം ആൻഡ് തെർമൽ ഡെത്ത് പോയിന്റ്സ്, D value, Z value, sources of microorganisms in food, perishable, semi-perishable and non-perishable foods, intrinsic and extrinsic parameters influencing microbial content of food, food spoilage types, causes and indications, control of spoilage, pre-harvesting and post-harvesting types, post-harvesting food processing, foodborne diseases, definition, classification, foodborne intoxications and foodborne infections, neurolathyrism, aflatoxins, ergotism, epidemic dropsy, typhoid fever, salmonellosis, staphylococcal intoxication, botulism, bacillus cereus food poisoning, E. coli diarrhea, cholera, shigellosis, brucellosis. Then food poisoning, types of food poisoning, method of investigation of food poisoning, prevention and control, food sanitation, refrigeration, surveillance. Then food handlers, medical examination of food handlers, infection transmitted by food handlers, education of food handlers, adulteration of foods, health hazards. Then sanitation of eating places, minimum standards, storage of uncooked foodstuffs, waste disposal, water supply and washing facilities, fermented foods, types, production, organisms involved, advantages and disadvantages, spoilage of fermented foods. Microbiological analysis of food and water, qualitative and quantitative, indicator organisms, coliforms, detection of pathogens, molecular techniques for detection of microbes, microbiological standards of food and water, water purification for domestic and municipal purposes, sewage treatment, application of enzymes in food industry, production of food flavor and color, enzyme immobilization and applications, use of amylase, invertase, protease, pectinase, and cellulase in food industries, bioreactors, single cell proteins, molecular detection of food contamination, genetically modified food and their labeling. Then ഏഴാമത്തെ മോഡ്യൂൾ വരുന്നത് agricultural sciences ആണ്. Post harvest handling, physiology of maturity,
ripening and senescence in cereals, pulses, fruits and vegetables, maturity indices and harvesting of vegetables, post harvest losses, phases of loss and measures to reduce the losses, fruits and vegetables cleaning and grading, methods of grading, equipment for grading of fruits and vegetables, storage, grain storage, types of storage structures, traditional, improved, and modern storage structures, size reduction, principles and equipment for size reduction, edible mushrooms, stored product, pest and their management, preventive and curative methods, rodent management, principles and methods of control, rodenticides, acute poisons, chronic poisons, fumigants, fumigation, baits, baiting and rat proofing. ഇനി ഇത്രയാണ് നമ്മുടെ ഈ ഒരു 7 മോഡ്യൂൾസാണ്. ഇത്രയും 7 മോഡ്യൂൾസാണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനും മെൻ്റൽ എബിലിറ്റിയും റീസണിങ്ങും ഇംഗ്ലീഷും ആയിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത്, നടത്തിയിരുന്നത്. പക്ഷേ ഈ 3 ഭാഗം നമുക്ക് ഇത്തവണ ഉണ്ടോ എന്നുള്ളതിൽ എന്താണ് സംശയമാണ്. കാരണം സാധ്യത കുറവാണ് ഈ ടോപ്പിക്സ് ഒക്കെ വരാനുള്ളത്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പഠിക്കാം. ബട്ട് ബാക്കിയുള്ള ഇത്രയും 7 ടോപ്പിക്സും 7 മോഡ്യൂൾസും നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ച് തീർക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് റെഫറൻസ് പുസ്തകങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിനി ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ചില ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ ഫെമിലിയർ ആയിരിക്കും, ചിലതൊക്കെ പുതിയതായിരിക്കും. അപ്പോൾ നല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് പഠിക്കുക. അതിലിപ്പം ഒരു ടോപ്പിക്കിന് മാക്സിമം ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി. ഓക്കെ, ഒറ്റ ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി റെഫറൻസ് തേടി പോകുന്നവർക്ക്. പിന്നെ 2 ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, സാരമില്ല. ബട്ട് 2-ൽ കൂടുതൽ നോക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ റെഫറൻസ്, ഒത്തിരി റെഫറൻസിലോട്ട് പോകുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ടിരുന്ന് താറാവാക്കുക. കാരണം ഒത്തിരി ഉണ്ട് ഇതിനകത്ത് പഠിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ ഓരോരോ ടോപ്പിക്കിനും റെഫറൻസ് ടെക്സ്റ്റിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് തീരത്തില്ല. അതുകൊണ്ട് ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഏകദേശമൊക്കെ ഓവറോൾ ആയിട്ട് ഇപ്പോൾ ഡയറി ബുക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഡയറിയിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് ടോപ്പിക്സ് ഒരുമിച്ച് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം, പക്ഷെ അത് ചിലപ്പോൾ കണ്ടന്റ് കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുകയാണെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു പുസ്തകത്തിലുള്ളതെങ്കിലും നിങ്ങൾ പഠിച്ച് തീർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്സിലോട്ട് പോവുക. പിന്നെ നമുക്ക് ഗവൺമെൻറ് സൈറ്റുകളിലൊക്കെ, അതായത് ഗവൺമെൻറ് എന്താണ് റിലേറ്റഡ് ഫീൽഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റിലൊക്കെ ചില മാനുവൽസ് ഒക്കെ കിട്ടും. സോ അതും നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് റെഫറൻസിലോട്ട് പോവാം. ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഓരോ മോഡ്യൂളിൽ നിന്നും എന്തൊക്കെയാണെന്നുള്ളതിനല്ല, ഞാനിങ്ങനെ കുറച്ച് ഏരിയാസ് ഇങ്ങനെ എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള അതോടെ റിലേറ്റ് ചെയ്ത റെഫറൻസ് ബുക്സ് ആണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലെ എമർജിങ് ടെക്നോളജീസ്, ഇപ്പോൾ ഫുഡ് പ്രിസർവേഷനിലും ഫുഡ് പ്രോസസ്സിങ്ങിലും ഒക്കെ വരുന്ന പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് ലെയ്സ്നർ എൽ ആൻഡ് ഗോൾഡ് ജി ഹഡിൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഹഡിൽ ടെക്നോളജീസ്, കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സ് ഫോർ ഫുഡ് സ്റ്റെബിലിറ്റി, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ഇതൊക്കെയാണ് പറയുന്നത്. ദെൻ നോവൽ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജീസ്, ഗെസ്റ്റാവോയുടെ ഒരു പുസ്തകമുണ്ട്. പിന്നെ പി റിച്ചാർഡ്സൺസിൻ്റെ തെർമൽ ടെക്നോളജീസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ദെൻ നമുക്കിപ്പോൾ ടെക്നോളജി ഓഫ് സീരിയൽസ് ആൻഡ് പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്, ഈ സീരിയൽസ് പൾസസിൻ്റെയൊക്കെ എന്താണ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജീനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ദെൻഡി, DAV ആൻഡ് ഡൊബ്രാസ്കി, അദ്ദേഹത്തിൻ്റെ സീരിയൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞുള്ള പുസ്തകം. ദെൻ ചക്രവർത്തി പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ഓഫ് സീരിയൽസ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞ പുസ്തകം. ദെൻ NL കെൻറ്റിൻ്റെ ടെക്നോളജി ഓഫ് സീരിയൽസ്, സാമുവൽ മാറ്റ്സിൻ്റെ ദ കെമിസ്ട്രി ആൻഡ് ടെക്നോളജി ഓഫ് സീരിയൽസ് എന്ന് പറഞ്ഞ പുസ്തകം. ഇനി അതുപോലെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സ്പോയിലേജ് ആൻഡ് പ്രിസർവേഷൻ, ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് റെഫറൻസ് യൂസ് ചെയ്യാം. ക്രൂസിൻ്റെ എന്താണ് കൊമേഴ്ഷ്യൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോഡക്ട്സ് എന്നുള്ള പുസ്തകം. ദെൻ ഫ്രേസിയറൊക്കെ വളരെ സിമ്പിൾ ലാംഗ്വേജ്, നമ്മൾ ഡിഗ്രിക്കൊക്കെ നോർമലി യൂസ് ചെയ്യുന്ന പുസ്തകമാണ്. ഫ്രേസിയറൊക്കെ പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ല, നിങ്ങൾ അത്രയെങ്കിലും കവർ ചെയ്യുമല്ലോ. അപ്പോൾ ഫ്രേസിയറിൻ്റെ WC ഫുഡ് മൈക്രോബയോളജി 4th എഡിഷൻ, ഓക്കെ, എഡിഷൻ ഏതായാലും കുഴപ്പമില്ല, ഫ്രേസിയറിൻ്റെ പുസ്തകം. ദെൻ കേട്ര പോളിൻ്റെ ഫുഡ് മൈക്രോബയോളജി, MS വില്യംസ്, ആൻഡ് പെയിൻ്റെ ഏതാണ് മോഡേൺ ഫുഡ് പ്രിസർവേഷൻ, പോട്ടർ NNൻ്റെ ഫുഡ് സയൻസ്, ശ്രീവാസ്തവയുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രിസർവേഷൻ, ശ്രീലക്ഷ്മിയുടെ ഫുഡ് സയൻസിൻ്റെ പുസ്തകം, സുബലക്ഷ്മി ജി ആൻഡ് ഉടുപ്പിയുടെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ പുസ്തകം.
പിന്നെ തീർന്നിട്ടില്ല. ഡിൻസർ ഐൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഫുഡ് കൂളിംഗ് ആപ്ലിക്കേഷൻസ്, ഹെൽമാൻ്റെ ഹാൻഡ് ഓഫ് ഫുഡ് എഞ്ചിനീയറിംഗ്, സിംഗ് ആർപിയുടെ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് എഞ്ചിനീയറിംഗ്, പിന്നെ പ്രകാശ് ത്രിവേണിയുടെ ഫുഡ് പ്രിസർവേഷൻ, ഷാഫിയോർ റഹ്മാൻ്റെ ഹാൻഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷനൊക്കെ നമ്മൾ ഒത്തിരി പുസ്തകം നോക്കണ്ട കേട്ടോ. ഇപ്പം ഫ്രേസിയറിൽ തന്നെ ആവശ്യം പോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ. പിന്നെ മെക് വില്യംസിൻ്റെ പുസ്തകമുണ്ട്, NPCSൻ്റെ ഉണ്ട്, ശിവശങ്കറിൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ. മിക്കതിലും കണ്ടൻറ്റൊക്കെ സെയിം ആയിരിക്കും. പിന്നെ എന്തെങ്കിലും നോവൽ ടെക്നോളജീസ് മാത്രം പഠിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ് അടുത്തടുത്ത് വേറെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ മതി. ബേസിക് ആയിട്ടുള്ള ഫുഡ് പ്രിസർവേഷൻസ് ഒക്കെ ഈ പറഞ്ഞ എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഫുഡ് പാക്കേജിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫുഡ് പാക്കേജിങ് ടെക്നോളജി പഠിക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ക്രൂസിൻ്റെ കൊമേഴ്ഷ്യൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോഡക്ട്സ്, ഡേവിസിൻ്റെ ഇവാലുവേഷൻ ഓഫ് ടിൻ ആൻഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫോർ ഫുഡ്, ഗോപാൽ TKSൻ്റെ സീ ഫുഡ് പാക്കേജിങ്, പോട്ടറിൻ്റെ ഫുഡ് സയൻസ്, സെക്കാരോയുടെ ഫുഡ് പാക്കേജിങ്, ശ്രീലക്ഷ്മിയുടെ ന്യൂ ഏജ് ഫുഡ് സയൻസ് എന്നുള്ള പുസ്തകം. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ പുസ്തകം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പുസ്തകം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫുഡ് സയൻസിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അതുപോലെ സരാ വാക്യൂസിൻ്റെ ഹാൻഡ് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്, HLMൻ്റെ ഹൈജീൻ ഇൻ ഫുഡ് പ്രോസസ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്, ദെൻ അസം അലിയുടെ സ്മോൾ സ്കെയിൽ ഫുഡ് പ്രോസസ്സിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ പുസ്തകങ്ങൾ. ഇനി ബയോകെമിസ്ട്രിക്ക് നമ്മൾ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള സത്യനാരായണ അറിയായിരിക്കും അല്ലേ, സത്യനാരായണ. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ബെർഗ് JMൻ്റെ ബയോകെമിസ്ട്രി, ദാസിൻ്റെ ബയോകെമിസ്ട്രി, ജെയിനിൻ്റെ ഫണ്ടമെൻ്റൽസ് ഓഫ് ബയോകെമിസ്ട്രി, പിന്നെ സത്യനാരായണ ആൻഡ് ചക്രപാണി സാറിൻ്റെ പറഞ്ഞല്ലോ ബയോകെമിസ്ട്രി പുസ്തകം. അതുപോലെ ഇത് ജോർഡൻ്റെ ഫുഡ് പാക്കേജിങ്, തകാഷി കഡോയയുടെ ഫുഡ് പാക്കേജിങ്, റിച്ചാർഡ് കോൾസിൻ്റെ ഫുഡ് പാക്കേജിങ് ടെക്നോളജി. ഇനി ഫുഡ് മൈക്രോബയോളജി ആണെങ്കിൽ എഗെയിൻ ഫ്രേസിയർ തന്നെയാണ് നമ്മുടെ വേദപുസ്തകം. പിന്നെ ഫ്രേസിയർ ഇല്ലെങ്കിൽ നമുക്ക് പെൽസറിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രിസ്കോട്ടിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി മൈക്രോബയോളജിയുടെയും ഈ എന്താണ് എക്യുപ്മെൻസിൻ്റെയൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പ്രിസ്കോട്ടൊക്കെ തന്നെ ധാരാളം. പെൽസറും പ്രിസ്കോട്ടും ഒക്കെ അത്യാവശ്യം വൈഡായിട്ടുള്ള പുസ്തകങ്ങളാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന പുസ്തകങ്ങളാണ്. പിന്നെ ഫ്രേസിയറിൻ്റെത് മെയിൻലി ഫുഡിൻ്റെ കാര്യങ്ങൾ. പെൽസാറും പ്രിസ്കോട്ടും ആണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് എൻവിറോൺമെൻറ്റൽ പിന്നെ എന്താണ് മെയിൻലി മൈക്രോബയോളജിയുടെ പല ഫീൽഡ് മെഡിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ കിട്ടും പെൽസറും പ്രിസ്കോട്ടിലൊക്കെ. പിന്നെ ഡയറി ടെക്നോളജി പഠിക്കുകയാണെങ്കിൽ ഗോഡ്ബോളിൻ്റെ മിൽക്ക് എന്നുള്ള പുസ്തകമുണ്ട്, ദ മോസ്റ്റ് പെർഫെക്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട്. ദെൻ മനായുടെ പുസ്തകം, പോട്ടറിൻ്റെ പുസ്തകം, സ്പ്രിയറിൻ്റെ പുസ്തകം, ശ്രീലക്ഷ്മി എഗെയിൻ കണ്ടോ ശ്രീലക്ഷ്മിയുടെ ഫുഡ് സയൻസ്. ദെൻ സുകുമാർ ഡേയുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി. സുകുമാർ ഡേയൊക്കെയാണ് എന്താണ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പുസ്തകം, നമുക്ക് റീഡ് ചെയ്യാൻ എന്താണ് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പുസ്തകമാണ് സുകുമാറുടെ. ഒത്തിരി ഇൻഫർമേഷൻ അതിനകത്ത് ഉണ്ട്. പിന്നെ ജോഷിയുടെ പുസ്തകമുണ്ട്, അലൻ്റെ ഉണ്ട്, റോബിൻസൻ്റെ മോഡേൺ ഡയറി ടെക്നോളജി ഉണ്ട്. ദെൻ ഫുഡ് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, ഫുഡ് അനാലിസിസിൻ്റെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ നമുക്ക് പല പല മൊഡ്യൂൾസിലായിട്ട് പറയുന്നുണ്ട്. സോ അതിൽ നമുക്ക് ജെലിനെക്ക്, ലോലസിൻ്റെ പുസ്തകം, മഹേന്ദ്രമുണ്ട്, നീൽസൻ്റെ പുസ്തകം, പിയേഴ്സൻ്റെ പുസ്തകം, ശർമ്മയുടെ പുസ്തകം, എഗെയിൻ ശ്രീലക്ഷ്മിയുടെ ഫുഡ് സയൻസിൻ്റെ പുസ്തകം. ദെൻ ഫുഡ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ ക്യാമ്പലിൻ്റെ പുസ്തകമുണ്ട്, ദാമോദരൻ്റെ ഉണ്ട്, ഫെനേമ ഉണ്ട്, മനായി ഉണ്ട്, മേയറുണ്ട്, പോട്ടറുണ്ട്, ശ്രീലക്ഷ്മി എഗെയിൻ. ഓക്കെ, ശ്രീലക്ഷ്മി ബി ഫുഡ് സയൻസിൻ്റെ പുസ്തകമുണ്ട്. ദെൻ ഫുഡ് കെമിസ്ട്രി ഈ പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്ന ചില മാനുവൽ ടൈപ്പ് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൽ നീൽസണും സദാശിവൻ്റെയൊക്കെ ടെക്സ്റ്റാണ്. ബയോകെമിക്കൽ മെത്തേഡ്സിനും കെമിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ്സിനൊക്കെ ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സും കൂടെ ഉണ്ട്. ദെൻ ടെക്നോളജി ഓഫ് ബിവറേജസ് ആൻഡ് കൺഫെക്ഷണറീസ്, നമ്മൾ ടീ കോഫിയൊക്കെ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ബെർണാഡ് എം മിനീഫയുടെ പുസ്തകം യൂസ് ചെയ്യാം, മനായുടെ യൂസ് ചെയ്യാം, നിക്കോളാസ്, പോട്ടർ, ശ്രീലക്ഷ്മി, വർണം, AH ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ടെക്നോളജി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്രികൾച്ചറൽ സയൻസിൻ്റെ മോഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ഓഫ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ബൈ KP സുധീർ നോക്കാം, ഡേവിഡ് ആർദെ നോക്കാം, ഗിർദരി നോക്കാം, ആചാര്യ KT നോക്കാം, ഡിസ്ട്രോസിയർ നോക്കാം. പിന്നെ ബേസിക് ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബീഗമിൻ്റെ പുസ്തകം, ജോഷിയുടേത്, മുദാംബിയുടേത്, ദെൻ റോഡയുടേതുണ്ട്, ശ്രീലക്ഷ്മി ന്യൂട്രീഷൻ സയൻസ് ഉണ്ട്, സ്വാമിനാഥൻ്റെ ഹാൻഡ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സ്വാമിനാഥൻ്റെ എസെൻഷ്യൽ ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, പിന്നെ ജെയിംസിൻ്റെ പുസ്തകം, മോറിസിൻ്റെ പുസ്തകം, മൈക്കലിൻ്റെ പുസ്തകം. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞതാണ് ന്യൂട്രീഷൻ്റെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം.
പിന്നെ എൻവിറോൺമെന്റൽ സ്റ്റഡീസ് നമുക്ക് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൊഡ്യൂളായിട്ടില്ല. ബട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട്. എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കിരൺ ബി ചോക്കാസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എൻവിറോൺമെന്റ്, ദെൻ വേണുഗോപാൽ സാറിൻ്റെ എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബെന്നി ജോസഫിൻ്റെ എൻവിറോൺമെന്റൽ സ്റ്റഡീസ്, ലെസ്റ്റർ ആർ ബ്രൗണിൻ്റെ എന്താണ് റെസ്ക്യൂയിങ് എ പ്ലാനറ്റ് അണ്ടർ സ്ട്രെസ് ആൻഡ് സിവിലൈസേഷൻ ഇൻ ട്രബിൾ. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിരിക്കും. ഓറിയന്റ് ലോങ്മാൻ ക്യൂരിയൻ ജോസഫിൻ്റെ എസെൻഷ്യൽസ് ഓഫ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ്. ദെൻ ഫെർമെൻറ്റേഷൻ ടെക്നോളജീൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റാൻബറിയുടെ പുസ്തകം യൂസ് ചെയ്യാം, ജെയിംസിൻ്റെ പുസ്തകം യൂസ് ചെയ്യാം, അഗെയിൻ ഫ്രേസിയറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം, എൽ ഇ കാസിഡയുടെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി പുസ്തകം യൂസ് ചെയ്യാം. ദെൻ ഫുഡ് ഇൻഡസ്ട്രിയൽ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ പറയുന്നുണ്ട്. അവിടെ നമുക്ക് മാരിയറ്റിൻ്റെ പുസ്തകം പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സാനിറ്റേഷൻ, റോഡയുടെ ഫുഡ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, മാരിയറ്റ് എൻ ജിയുടെ എസെൻഷ്യൽസ് ഓഫ് ഫുഡ് സാനിറ്റേഷൻ നോക്കാം. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളധികം എന്താണ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. വിടരുത്. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്ന ഭാഗമാണ് ഫുഡ് സേഫ്റ്റിയിൽ നിന്ന്, ക്വാളിറ്റിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ. ദെൻ അതിന് നമുക്ക് യൂസ് ചെയ്യാം ഭാട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് ക്വാളിറ്റി അഷുറൻസ് ഇൻ മൈക്രോബയോളജി, ഖീറിൻ്റെ പുസ്തകം ക്വാളിറ്റി കൺട്രോൾ ഫോർ ദി ഫുഡ് ഇൻഡസ്ട്രി, ദെൻ ഫിലിപ്പിൻ്റെ എന്താണ് റീകോൺസെപ്ച്വലൈസിങ് ക്വാളിറ്റി എന്നുള്ള പുസ്തകം. ദെൻ ടെക്നോളജി ഓഫ് മീറ്റ്, ഫിഷ്, പൗൾട്രി പ്രോഡക്ട്സ്. നമ്മൾ ഈ അബറ്റോയർ ടെക്നോളജീസ്, അബറ്റോയർ ഒക്കെ പറയുന്നുണ്ട് ടെക്നിക്സ് ഒക്കെ, ഏതിലാം വെറ്ററിനറി സയൻസ് എന്ന് പറയുന്ന മോഡ്യൂളിൽ. അപ്പോൾ അതിന് നമുക്ക് മനയുടെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം, പോട്ടറിൻ്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം, സുബലക്ഷ്മിയുടെ യൂസ് ചെയ്യാം, ശ്രീലക്ഷ്മി ഫുഡ് സയൻസ് യൂസ് ചെയ്യാം, വാരീസിൻ്റെ മീറ്റ് സയൻസ് എന്നുള്ള പുസ്തകം യൂസ് ചെയ്യാം. പിന്നെ ജോർജ് എം ഹാളിൻ്റെ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഫിഡൽ ടോൾട്രയുടെ ഹാൻഡ് ബുക്ക് ഓഫ് മീറ്റ് പ്രോസസ്സിംഗ്, റാവു സാറിൻ്റെ, ദെൻ ഇസബെല്ലിൻ്റെ, കാസി, ലിയോ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ യൂസ് ചെയ്യാം. ദെൻ ഫുഡ് അനാലിസിസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി മറ്റേ എന്താണ് മാനുവലിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു. അതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേറെ അവൈലബിൾ ആണ്. കാലിയയുടെ പുസ്തകം ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ദെൻ വിൻറ്റൺ, നീൽസൺ, കോണൽ, ദെൻ പ്ലമ്മറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, സദാശിവം എസിൻ്റെ ബയോകെമിക്കൽ മെത്തേഡ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ദെൻ ഫുഡ് മൈക്രോബയോളജി ഓൾറെഡി നമ്മൾ ഫ്രേസിയർ പറഞ്ഞു. കൂടുതലായിട്ടുള്ളത് റേയുടെ പുസ്തകം, ആഡംസിൻ്റെത്, ജെയുടെ പുസ്തകമൊക്കെയാണ് മെയിൻ അടുത്ത എക്സാമ്പിൾ. ദെൻ ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഞാൻ ആ PDF കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973, അത് നമുക്ക് PDF കാണിച്ചു തരാം. ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇതെല്ലാം ഓരോ ആക്റ്റുകളാണ്, ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന PDFകളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള മാനുവൽസ്, ഇപ്പോൾ മീറ്റ് ഇൻഡസ്ട്രിയുടെയൊക്കെ നമുക്ക് ഇന്ത്യൻ മീറ്റ് ഇൻഡസ്ട്രി റെഡ് മീറ്റ് മാനുവൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി എടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയലിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതുകൂടെ പെസ്റ്റ് ഓഫ് ക്രോപ്സ് ആൻഡ് സ്റ്റോർഡ് ഗ്രെയിൻസ് ആൻഡ് ദിയർ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ അഗ്രികൾച്ചറൽ സയൻസിൽ ക്രോപ്സിൻ്റെ പെസ്റ്റും അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അറ്റ്വാളിൻ്റെ അഗ്രികൾച്ചറൽ പെസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഘോഷിൻ്റെ ടെക്സ്റ്റ്, നായറിൻ്റെ ടെക്സ്റ്റ് ഇൻസെക്ട്സ് ആൻഡ് മൈറ്റ്സ് ഓഫ് ക്രോപ്സ് ഇൻ ഇന്ത്യ, ദെൻ പ്രധാൻ എസിൻ്റെ അഗ്രികൾച്ചറൽ എൻഡമോളജി ആൻഡ് പെസ്റ്റ് കൺട്രോൾ, റാവുയുടെ റൈസ് സ്റ്റോറേജ് ആൻഡ് ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഹലിവാളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ ഇത്രയും എന്താ പറയുക ടഫായിട്ടുള്ള ചില ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. നമുക്ക് അതായത് ഗവൺമെൻറ് സൈറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ അത്യാവശ്യം നല്ല എന്താണ് നമുക്ക് എക്സാമിന് വേണ്ട കുറേ പോയിൻറ്റ്സൊക്കെ സൈറ്റുകളിൽ നിന്നൊക്കെ നല്ല നല്ല സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പ്രൊസീജിയർ കോഡിൻ്റെ ഇത് കാണിച്ചു തരാം, PDF കാണിച്ചു തരാം. ഇതാണ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ ഏതാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഇത് ആക്ച്വലി 69 പേജുകളുള്ള ഒരു PDF ആണ്. ഇതിൽ പല പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പിന്നെ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, ഇങ്ങനെ ഓരോരോ സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെഫിനിഷൻസ് കുറേ പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്താണ് ക്ലെയിം എന്ന് പറഞ്ഞാൽ, എന്താണ് ചെയർപേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ദാറ്റ് മീൻസ് ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 30, അദ്ദേഹത്തിനെയാണ് നമ്മൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. എന്താണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദെയർ പേഴ്സണൽ നീഡ്സ്. ഇതാണ് ആക്ച്വലി
കൺസ്യൂമർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ, ആ ഒരു ടേമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി ഡെഫിനിഷൻസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ സെക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കുത്തിയിരുന്ന് പഠിച്ചേ മതിയാവൂ. കാരണം ഈ 69 പേജ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനത്തെ ഒരു ഷുവർ ഷോർട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫുഡ് സേഫ്റ്റി ആക്ട്, FSS ആക്ട്. അടുത്ത് പറയുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ഇതിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇതിലും അഗെയിൻ കുറേ സെക്ഷൻസും ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം നോക്കിയില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ എന്താണ് CRPCയിലൊക്കെ നമ്മൾ സിലബസിൽ എന്താണോ പറയുന്നത് അത് മാത്രമേ സ്പെസിഫൈ ചെയ്ത് പഠിച്ചാൽ മതി. അവർ ഓരോ സെക്ഷൻ എടുത്ത് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രയും മാത്രം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ആദ്യം ഒരു ഇൻ ജനറൽ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കണം. ബട്ട് സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത് നമ്മൾ സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 45 ഒപ്പീനിയൻ ഓഫ് ഓക്കെ സംതിങ് ഒരു എവിഡൻസിൻ്റെ കാര്യമാണ് ഇതിൽ നമുക്ക് എടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽസ് വരുന്നത്. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്